താനൂരിൽ നിന്നും കാണാതായ 2 +2 വിദ്യാർത്ഥികളുമായി കേരള പോലീസ് നാട്ടിലേക്ക് തിരിച്ചു. ഗരീബ് രഥ് എക്സ്പ്രസിലാണ് മടങ്ങുന്നത്. സംഘം നാളെ ഉച്ചയോടെ താനൂരിലെത്തും. മഹാനഗരത്തിലെത്തിയ കുട്ടികളെ സുരക്ഷിതരായി തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് പോലീസും വീട്ടുകാരും. 2 ദിവസം നീണ്ട ആശങ്കകൾക്കിടെ ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് 2 കുട്ടികളെയും മുംബൈ ലോണാവാല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സുരക്ഷിതരായി RPF കണ്ടെത്തിയത്. താനൂരിൽ നിന്ന് +2 പരീക്ഷ എഴുതാൻ പോയ കുട്ടികളെ ബുധനാഴ്ചയാണ് കാണാതായത്. തുടർന്ന് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടികളെ കണ്ടെത്താനായത്. മുംബൈയിലെത്തിയ കുട്ടികൾ മുടി ട്രീറ്റ്മെന്റ് ചെയ്യാൻ സലൂണിലെത്തിയതും മലയാളിയായ ഉടമ വിവരം പോലീസിന് കൈമാറിയതും അന്വേഷണത്തിൽ നിർണായകമായി. കുട്ടികളിൽ ഒരാളുടെ സിം കാർഡ് പുതുതായി വാങ്ങിയ ഫോണിലിട്ട് ഓൺ ചെയ്ത ഉടനെ പോലീസിന് ട്രാക്ക് ചെയ്യാനായി. തുടർന്ന് വിവരം മഹാരാഷ്ട്ര പോലീസിനും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനും കൈമാറുകയായിരുന്നു. കുട്ടികൾക്ക് സഹായം ചെയ്ത യുവാവിനെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. കുട്ടികൾ നാട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് പറഞ്ഞു. പോകണതിൻ്റെ ഡയറക്ഷൻ, അതായത് ട്രെയിനും മറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം അതിനകത്ത് പ്രാഥമികമായിട്ടുണ്ടായിരുന്നു. മറ്റുള്ള കാര്യങ്ങൾ കുട്ടികൾ സ്വന്തമായിട്ടും അതിൻ്റെ സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് ആസ് ഓഫ് നോ മനസ്സിലാവും. വന്ന് വിശദമായിട്ട് ചോദിച്ചാലാണ് എന്തായിരുന്നു പേർപ്പസ് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ആസ് ഓഫ് നോ ഒരു യാത്രയുടെ രസത്തിലാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ആസ് ഓഫ് നോ മനസ്സിലാവുന്നത്. നമ്മളുടെ പോലീസ് കുട്ടികളിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ വീഡിയോ കോളിൽ കൂടെയൊക്കെ സംസാരിച്ചുള്ളൂ. ഇത്രയും തന്നെ ഇതിങ്ങനെ ഇൻ്റർവ്യൂയിങ് ആയിട്ടുള്ള കുട്ടി അഡോളസൻസ് ആണ്, ബേസിക്കലി ചിൽഡ്രൻ ആണ്. അപ്പം ഇരുത്തി വിശദമായി കുട്ടികളുമായി പൂനെയിൽ നിന്ന് ട്രെയിൻ മാർഗം യാത്ര തിരിച്ച പോലീസ് സംഘം ശനിയാഴ്ച ഉച്ചയോടെ തിരൂരിലെത്തും. യാത്രയോടുള്ള താല്പര്യം കൊണ്ടാണ് കുട്ടികൾ പോയതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആവശ്യമായ കൗൺസിലിംഗ് നൽകി പുതിയ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് പോലീസിന്റെ ശ്രമം. കുട്ടികൾ സുരക്ഷിതരാണെന്നറിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് രക്ഷിതാക്കളും. അമൃത ന്യൂസ്, മലപ്പുറം.